സങ്കീർത്തനം 109. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. എന്റെ പുകഴ്ചയായ ദൈവമേ, മൗനമായിരിക്കരുതേ. ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു. ഭോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവർ ദേഷ്യവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞ് കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. എന്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദേഷ്യവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവന്റെ മേൽ ഒരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവന്റെ വലത്തുപാതയിൽ കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരൻ തെളിയട്ടെ. അവന്റെ പ്രാർത്ഥന പാവമായി തീരട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തർ ഏൽക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരുന്ന് നടക്കട്ടെ. കടക്കാർ അവനോട് ഒക്കെയും കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവന് പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിക്കുവാൻ ആരും ഉണ്ടാകരുതേ. അവന്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുതേ. അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. അടുത്ത തലമുറയിൽ തന്നെ അവരുടെ പേര് മാഞ്ഞു പോകട്ടെ. അവന്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ. അവന്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയും വരുതേ. അവ എല്ലായ്പ്പോഴും യഹോവയുടെ മുൻപാകെ ഇരിക്കട്ടെ. അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ചേച്ചു കളയേണ്ടതിന് തന്നെ. അവൻ ദയ കാണിക്കുവാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിച്ചു. ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ട് അകന്നു പോയി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. അതവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യമരയ്ക്ക് കെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇതെന്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായി ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിന് അടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഞാൻ അരിഷ്ടനും ദരിദ്രനുമാകുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. ഒരു വെട്ടുക്കിളിയെ പോലെ എന്നെ ചാടിക്കുന്നു. എന്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. എന്റെ ദേഹം കുഷ്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് ഒരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തലകുലുക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിന്റെ കൈ എന്നും നീ ഇത് ചെയ്തുവെന്നും അവർ അറിയേണ്ടതിന് തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ. അടിയനോ സന്തോഷിക്കും. എന്റെ എതിരാളികൾ നിന്നായിരിക്കും. പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എന്റെ വായ കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിന് നടുവിൽ അവനെ പുകഴ്ത്തും. അവൻ എളിയവനെ ശിക്ഷിക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു.